നമ്മൾ കരിമ്പനക്കൂട്ടത്തിൻ്റെ 3-ാം ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുതിയൊരു തലമുറയുടെ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള നല്ലൊരു പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നമ്മൾ രാമശ്ശേരി എന്ന് പറയുന്ന പാലക്കാട് ജില്ലയുടെ പൈതൃക ഗ്രാമം കൂടിയാണ്. പക്ഷേ നമ്മൾ ആ ഗ്രാമത്തിൽ പണ്ടുണ്ടായിരുന്ന ആ തനിമ ഏകദേശം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കരിമ്പനകളുടെ സാന്നിധ്യം നമുക്ക് ഉറപ്പായിട്ടും സഹായിക്കും. എൻ്റെ വീട് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള വീടുകൾ പന കൊണ്ട്, പനമരം കൊണ്ട് കഴുക്കോലുണ്ടാക്കി, ഉത്തരവുണ്ടാക്കി ഓടി മേഞ്ഞ വീടായിരുന്നു. അത് ഇപ്പോൾ അങ്ങനെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നെൽപ്പരയ്ക്ക് റിപ്പയറിന് കിട്ടി മരത്തിന്റെ ഒന്നും പാടില്ല എന്നുള്ളതാക്കി ആംഗിളിട്ട് ഇപ്പോൾ ഓടും. ഞാൻ അച്ഛൻ്റെ കൂടെ പനന്റെ വിത്തൊക്കെ ചെയ്യാൻ പോകും. വരുന്ന വഴിയിലൊക്കെ കരിമ്പനകളൊന്നും തന്നെ കാണാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കുള്ളത്. ഇപ്പൊ നമുക്കൊരു 20-25 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വരുന്ന വഴി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വഴിയായിട്ട് മാറാനായിട്ട് സാഹചര്യം. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ NSS യൂണിറ്റ് 35ന്റെ പ്രോഗ്രാം ഓഫീസറാണ്. അപ്പോൾ ഞങ്ങളുടെ NSS യൂണിറ്റ്സിന്റെ ഈ വർഷത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് നീരുറവുകൾക്കായി കരിമ്പനത്തുരുത്തുകൾ. അപ്പോൾ പാലക്കാട്ടെ ഒരു വലിയ പ്രശ്നമായിട്ട് പാലക്കാടിൻ്റെ ജലസ്രോതസ്സുകൾ വറ്റിപ്പോകുന്നത് ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് മനസ്സിലാക്കുകയും അപ്പോൾ അതിന് ഒരു പരിഹാരമായിട്ട്, ഒരു പോംവഴിയായിട്ട് കരിമ്പനകൾ നടുക എന്നത് അവരൊരു ദൗത്യമായി ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു 1000-ഓളം കരിമ്പന വിത്തുകൾ ഞങ്ങൾ സമാഹരിച്ച് പനപർവം എന്ന പരിപാടിയിൽ മന്ത്രി MP രാജേഷും അതേപോലെ കൃഷ്ണൻകുട്ടി സാറും ഒക്കെ പങ്കെടുത്ത ആ ഒരു കളക്ടറും ഒക്കെ പങ്കെടുത്ത ആ ഒരു ചടങ്ങിൽ ഞങ്ങൾ കൈമാറുകയും. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ പഠിക്കുന്ന ആൾക്കാരും അതുപോലെ അധ്യാപകരും ഒക്കെയാണ് ഈ പരിപാടി പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഒരു കേരളത്തിന്റെ ഒരു വലിയൊരു പങ്കാളിത്തം നമുക്ക് ഈ പ്രോഗ്രാമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുപോലെ നമുക്ക് ഓരോ ഗ്രാമങ്ങളിലും ഈ നഷ്ടപ്പെട്ടു പോയ അവിടുത്തെ കരിമ്പനകളെയും അതുപോലെ ഇതോടനുബന്ധിച്ച മറ്റ് സസ്യജാലങ്ങളുടെ ഒരു വൈവിധ്യവും കൂടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചാൽ പാലക്കാടിന്റെ തനിമ നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാലങ്ങളിൽ ഒരു പന എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 300-350 കൊടുത്താലേ ഒരു പന കിട്ടുള്ളൂ വിലയ്ക്ക്. അതുകൊണ്ടാണ് നമുക്ക് ആശാരിമാരുടെ കുറിപ്പ് എടുത്തുകൊണ്ട് മരപ്പട്ടി കൊണ്ട് അറുത്ത് കൈക്കോലാക്കി ഉത്തരവാക്കി സൈസാക്കി കൊണ്ടുവന്ന് പെരമയാണ്. മുൻകാലങ്ങളിൽ ഈ പനയെ കൊണ്ട് പല ഉപകാരങ്ങളും എങ്ങനെയെന്ന് വെച്ചാൽ പനംപട്ട മുൻകാലങ്ങളിൽ ഇവിടങ്ങളിലൊക്കെ നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ മടച്ചിപ്പാടം, ഊറപ്പാടം, അതുമാതിരി രാമശ്ശേരി, രാമശങ്കാട്, കറുവപ്പാടം ഇവിടങ്ങളിലൊക്കെ ഓലപ്പരയായിരുന്നു അന്നത്ര പട്ടപ്പര. ഈ പട്ട ആളെ വിട്ട് പനയിൽ വെട്ടിച്ച് അതിന് വെയിൽ കൊള്ളിച്ച് വാട്ടിയെടുത്ത് ഉണക്കിയെടുത്തിട്ട് ഈ പട്ട കൊണ്ടാണ് പെര മേയുക. അപ്പൊ അതിന് നമുക്ക് വിദ്യാലയങ്ങളും സന്നദ്ധ സംഘടനകളും അതുപോലെ അതാത് ഗ്രാമങ്ങളിലെ വിവിധ സമുദായങ്ങളും കൂടെ പങ്കെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നമുക്ക് പന കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ആളുകൾ, കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരും കൂടെ ഇതിന്റെ പങ്കാളികളാവുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം പന കൊണ്ടുള്ള മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ നമ്മൾ പണ്ട് പാരമ്പര്യമായ രീതിക്ക് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിനെല്ലാം അന്യം നിന്ന് പോയി കഴിഞ്ഞു. അപ്പോ ഞങ്ങളുടെ അവിടെ പാടത്ത് കുറച്ച് പനമരമൊക്കെ ഉണ്ട്. അപ്പോ അതിൽ നിന്നാണ് ഞങ്ങള് കുറെ നോക്കാനൊക്കെ പോകും. പക്ഷെ ഞങ്ങളുടെ അവിടെ കുറച്ച് പനമരം ഉള്ളൂ. ഇനിയും ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ആ പട്ട ഉപയോഗിച്ച് പെരമേഞ്ഞു കഴിഞ്ഞാൽ വർഷാവർഷം അത് പെരമേയാണ്. അന്നത്തെ കാലം അങ്ങനെയാണ്. ഇന്നിപ്പോ ഓലപ്പെര കാണാൻ പാടില്ല, ഓട്ടുപെര കാണാൻ പാടില്ല എന്നാണ് ഇന്നത്തെ നിയമം. അപ്പോ ഒരു പന അന്ന് കാലങ്ങളിലും നട്ടുപിടിപ്പിച്ചല്ല ഇത് പനമ്പഴം വീണ് കൊരണ്ടി മുളച്ച് പനിയായി കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ നമുക്ക് പാലക്കാട് ജില്ലയിൽ വിവിധ മേഖലയിൽ അത്തരം കുടുംബങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്ന് കരിമ്പന അധികം ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അവർക്കുള്ള തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് അന്ന് ജീവിച്ചിരുന്ന ആളുകൾ, അത്തരം പണികൾ ചെയ്തിരുന്ന ആളുകൾ, അവരുടെ മക്കളും തലമുറകളും ഇന്ന് കുറെയെങ്കിലും ആരെങ്കിലും ഒക്കെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം ഈ പദ്ധതിയുടെ പങ്കാളികളാവണം എന്നുള്ള ഒരു വലിയൊരു അപേക്ഷയുണ്ട്. കാരണം ഭാവിയിൽ ഇതേ തലമുറകൾ ആയിരിക്കും ഒരുപക്ഷെ കൂടുതൽ ഈ പന കൊണ്ട് വീണ്ടും ഒരു ജീവിത സാഹചര്യങ്ങളും മറ്റു നമ്മുടെ കലാ സാംസ്കാരിക മേഖലകളിൽ തിളങ്ങാനായിട്ട് സാധിക്കും. ഗ്രൗണ്ടിൽ ഇറങ്ങി ഇപ്പൊ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് പന നടാനായി വന്നിരിക്കുകയാണ്.
ഇവിടെ രാമശ്ശേരിയിലുള്ള ഗാന്ധി ആശ്രമം ഡയറക്ടറായ പുതുശ്ശേരി ശ്രീനിവാസൻ സാറിന്റെ ക്ഷണപ്രകാരം ഞങ്ങളിവിടെ എത്തുകയും ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് ഇപ്പോൾ കരിമ്പനകൾ നട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് എല്ലാവിധ സഹായങ്ങളും തന്ന ഗാന്ധി ആശ്രമത്തോട് ഈ ഒരു അവസരത്തിൽ NSS വിക്ടോറിയ നന്ദി. പാരമ്പര്യമായിട്ടുള്ള കരിമ്പനയുടെ അറിവിനെ ഇനി ഭാവി തലമുറയ്ക്ക് കൃത്യമായ രീതിക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഇത്തരം കുടുംബങ്ങൾക്ക് സാധിക്കും. അപ്പൊ അവരെല്ലാവരും ഈ ഒരു പാതയിൽ എത്തണം. ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കരിമ്പനക്കൂട്ടത്തിന്റെ നമ്മുടെ ആൾക്കാർ നമ്മുടെ ടീമുമായിട്ടൊന്ന് ബന്ധപ്പെടണം. അപ്പൊ ഇവരെല്ലാവരും നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് വേണം നമുക്ക് കരിമ്പനയെ തിരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം നമ്മുടെ പാലക്കാടിന്റെ സംസ്കൃതിയെ തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. വീണ്ടും നമുക്ക് ഈ കൂട്ടമായിട്ട് മുന്നോട്ട് പോകും. കുമാർ, ഇപ്പോഴത്തെ സ്ഥിതികൾ പറയണമെങ്കിൽ ഇപ്പോഴും ഒരു നമ്മുടെ ഇവിടെ തുമ്പള വീട്, രാമശ്ശേരി തുമ്പള വീട് പറയുന്ന വീട് 4 കെട്ട് ഭാഗമുള്ള അന്നത്തെ കാലത്ത് ആ പനമരം ഉപയോഗിച്ചിട്ടുള്ള കഴുക്കോലും കാര്യങ്ങളാണ് ഇപ്പോഴും അത് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. 300 വർഷത്തെ പഴക്കമുണ്ടെന്നാണ് ശിവമൻ അവരുടെ വീട്ടുടമസ്ഥന്റെ കണക്കുകൂട്ടൽ. നമുക്ക് ഇപ്പോൾ പുഴയോരങ്ങളെല്ലാം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വികസനം വന്നതോട് കൂടിയിട്ട് ഇപ്പോൾ പുഴകളും തോടുകളെല്ലാം തന്നെ തോടുകളായിട്ട്, അതായത് കരിങ്കൽ ഭിത്തി കൊണ്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ഭിത്തി കൊണ്ട് തോടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഇതെല്ലാം വീണ്ടും ഇടിഞ്ഞ് ആ പുഴയും തോടും നശിച്ചു പോവുകയുള്ളൂ. അപ്പൊ അതിന് പകരം നമുക്ക് ഈ പുഴയുടെ തീരങ്ങളും തോടുകളുടെ തീരങ്ങളും ഈവൻ നമുക്ക് കടലിന്റെ തീരങ്ങൾ വരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പല സ്ഥലങ്ങളിൽ കരിമ്പനകൾ നമുക്ക് കന്യാകുമാരി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്രത്തോളം ഇവിടുത്തെ ഇത് അവിടെ സർവൈവ് ചെയ്യുന്ന അറിയില്ല. ഈ പാലക്കാടിന്റെ സംസ്കാരം അതുപോലെ പാലക്കാടിന്റെ ഈ ഭൂപ്രകൃതിക്കൊക്കെ വളരെ സമഗ്രമായ സംഭാവനകൾ നൽകി വരുന്ന ഈ കരിമ്പനകൾ അതിന്റെ സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ച് ജനങ്ങളിലേക്ക് അവബോധം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവൺമെന്റ് തലത്തിൽ പ്രത്യേകിച്ച് പാലക്കാട് കളക്ടറുടെയൊക്കെ ഇനിഷ്യേറ്റീവ് ലൊക്കെ ഈ ഒരു കാര്യം പതിയെ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണ് ഞങ്ങളിലേക്കും എത്തുന്നത്. സത്യം പറഞ്ഞു ഞങ്ങളുടെ ഒരു NSS ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് കരിമ്പനകളെ കുറിച്ച്. ഇപ്പം ഞാൻ ആലപ്പുഴ, തിരുവനന്തപുരം ഒക്കെ ഉള്ള ഒരാളാണ്. എനിക്ക് കരിമ്പനകളെ കുറിച്ചൊന്നും വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ആളുകളും ഇത് അറിഞ്ഞു വരുന്നത് ഇത് ഗവൺമെന്റ് തലത്തിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകുന്നു. അതായത് പ്രദേശത്ത് സർവൈവ് ചെയ്ത ഇനങ്ങൾ, ഇപ്പോൾ പനയിൽ തന്നെ പല സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. സ്പീഷീസ് വെറൈറ്റി സ്പീഷീസ് ഒന്ന് തന്നെയായിരിക്കും, പക്ഷെ വെറൈറ്റി എന്നുള്ളത്. ഉദാഹരണത്തിന് നമുക്ക് ഇവിടെ നമ്മൾ നട്ടതൊക്കെ ഇവിടുത്തെ പ്രാദേശികമായിട്ട് കിട്ടുന്ന ഒരിനം പനംകുരുവാണെങ്കിൽ ഇതിൽ തന്നെ വലിപ്പം കൂടിയ പനംകുരുവുണ്ട്. വർഷത്തിൽ കൂടുതൽ മാസങ്ങളിൽ കിട്ടുന്ന പന ഉണ്ട്. അതുപോലെ ഇപ്പോൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത, തമിഴ്നാട്ടിലൊക്കെ വികസിപ്പിച്ചെടുത്ത വർഷം മുഴുവനും പനമ്പഴം കിട്ടുന്ന രീതിക്കുള്ള അതൊക്കെ ഉണ്ട്. അപ്പൊ ഏതാണോ ഈ പറഞ്ഞ സ്ഥലത്ത് യോജിക്കാൻ പറ്റുന്നത് അത്തരം കുരുക്കൾ ശേഖരിച്ച് പുഴയോരങ്ങളും തോടുകളും അതുപോലെ കടലോരങ്ങളും വരെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. കാരണം തെങ്ങൊക്കെ നമുക്ക് കടലോരങ്ങളിൽ നല്ലപോലെ വളരുന്നുണ്ട് എന്നുള്ളതുപോലെ തന്നെ നമുക്ക് പനകളും ഒന്ന് ചെയ്തു നോക്കാം. അതിൽ തെറ്റൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ കടല് കയറി ഭീഷണി നേരിടുന്ന പല സ്ഥലങ്ങളിലും ഇപ്പൊ നമുക്ക് ടെട്രാപോഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ തിരമാലകൾ ചെറുക്കാനായിട്ട് നോക്കുന്നത്. അവിടെ മാൻഗ്രോവ്സ് ആണ് ഏറ്റവും പറ്റിയത്. പക്ഷെ അവിടെ ഇപ്പൊ കാസ്റ്ററൈന സ്പീഷീസ് ഒക്കെയാണ് കൂടുതൽ നട്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശാശ്വതമല്ല. അപ്പൊ അന്ന് കാലത്തെ പനി എന്തുമാത്രമായിരിക്കണം? അന്ന് കാലത്ത് ഈ പനിയുണ്ട്. ഇപ്പോൾ നടുന്ന പന ഇതിപ്പോ മുളച്ച് തൈയായി ഇതൊരു പനിയായി വരണമെങ്കിൽ എങ്ങനെ ഒരു 10-50 വർഷമാകും ആവണം. എന്നാലേ അത് പനിയായിട്ട് വരുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ പരിസരങ്ങളിൽ തന്നെ താഴെയുണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. ഇതിന്റെ താഴെ തന്നെ ഉണ്ട് ഒരുപാട് തൈകളായിട്ടുണ്ട്, വലിയ പന. ഇത് ഞങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുകയും അതേപോലെ കുട്ടികൾ വഴി ഇപ്പം ഞങ്ങളുടെ കുട്ടികളാണെങ്കിൽ പല സ്കൂളുകളിൽ പോയിട്ട് ലേൺ ടു ടീച്ച് എന്ന വേറൊരു ഫ്ലാഗ്ഷിപ്പ് പരിപാടി വഴി ഞങ്ങൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലും ഇപ്പോൾ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഈ നടാൻ സ്ഥലം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതേപോലുള്ള സന്നദ്ധ സംഘടനകൾ, ഗാന്ധി ആശ്രമം പോലുള്ള സന്നദ്ധ സംഘടനകൾ, OSK പോലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തരികയാണ്. കൈത നടാൻ പറ്റും. അതുപോലെ പനയ്ക്കും അതിനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് നല്ലത്. അത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പരീക്ഷണം കൂടി നടത്താനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പുഴയുടെയും തോടുകളുടെയും തീരങ്ങൾ ഇടിയാതെ സംരക്ഷിക്കാനായിട്ട് പനയ്ക്ക് വലിയൊരു ഇത് സാധിക്കും. പിന്നെയുള്ള വൈൽഡ് ലൈഫ്, പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം വെച്ചാൽ എന്തുകൊണ്ട് നാട്ടിലേക്ക് ആന ഇറങ്ങുന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പനയെ കൊണ്ട് പെരക്ക് ഉപയോഗിക്കുന്ന കഴുക്കോല്, ഉത്തരങ്ങള്, കാര്യങ്ങള്, പനം പട്ട, പിന്നെ കള്ളിയെത്ത ഒരു വ്യവസായമുണ്ട്.
കള്ളിയത്ത്, പനങ്കല്ല്. ആ പനങ്കല്ല് അതിനെ ചക്കരക്കല്ലാക്കിയിട്ട് ശർക്കര, പനശർക്കര ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, ഒരു സമൂഹം അന്ന് കാലത്ത് ജീവിച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ പോയി. സ്ഥലം കണ്ടെത്തി ഞങ്ങൾക്ക് അവിടെ പനകൾ നടാൻ. അപ്പൊ പനകൾ നടുമ്പോഴാണ് കുട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കുട്ടികൾ വന്ന് ഏർപ്പെടുമ്പോഴാണ് അവരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തെ കുറച്ചുകൂടെ അവർ മനസ്സവരിക്കുന്നത്, അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. അപ്പോൾ ഓൾദോ ഇപ്പോൾ ഈ പറയുന്ന പോലെ ജെൻസി ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഒത്തിരി വേദികളിൽ നിന്ന് മുൾപ്പെട്ട് അല്ലെങ്കിൽ മാറി ജീവിക്കുന്ന വേറൊരു തലത്തിലാണ് അവർ ജീവിക്കുന്നത്. ദേ ലീവ് ഇൻ വെർച്വൽ വേൾഡ്സ്. അപ്പം അവിടെ ആ അതിൽ നിന്ന് ഇറങ്ങി പ്രകൃതിയായിട്ട് കൂടുതൽ ഇണങ്ങി മണ്ണിനോട് ചേർന്ന് അവർക്ക് പ്രവർത്തിക്കാനായിട്ടൊരു അവസരമാണിത്. അപ്പോൾ എല്ലാ സാർ പറഞ്ഞ പോലെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ തലത്തിൽ നിന്നുള്ള, അതുപോലെ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ള എല്ലാ സംഘടനകളും ഒക്കെ ഒത്തുചേർന്ന് വന്ന് ഇതിനൊരു വലിയ വിജയമാക്കി തീർക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതായത് പുതുശ്ശേരി വേനൽ ഭാഗത്ത് 2007 ശേഷമാണ് ആനകൾ ഇറങ്ങുന്നത്. അതിനു മുമ്പേ വാളയാർ വനമേഖലയിലൂടെ മാത്രം സഞ്ചരിച്ച് അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ക്രോസ് ചെയ്ത് നാട്ടിലുള്ള കുറെ പനമ്പഴം തിന്നു പോകുന്ന ഒരു പ്രവണതയായിരുന്നു ആനകൾ കാണിച്ചിരുന്നെങ്കിൽ ഈ ട്രാക്കിൽ ട്രെയിൻ ഇടിച്ച് മരണപ്പെടുന്ന ആനകളുടെ എണ്ണം കൂടിയപ്പോൾ വനം വകുപ്പ് അവിടെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നമ്മളതൊന്നും അത് അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞിട്ട് എതിർത്തിരുന്നതാണ്. ഇപ്പൊ പന കയറാനും ആളില്ല, കള്ളി ചെത്താനും ആളില്ല, തെങ്ങ് ചെത്താനും ആളില്ല. ഇപ്പൊ അതിന് പകരം ഇപ്പൊ തെങ്ങ് ചെത്തി കല്ലെടുക്കണം എന്ന മാതിരി. ഇപ്പൊ തെങ്ങ് അതുമാതിരി തെങ്ങ് വെച്ച് പിടിപ്പിക്കേണ്ടത് അവര് കൈകാര്യം ചെയ്ത് തെങ്ങിനെ മുറിക്കണോ, പനയെ കൈക്കോലാക്കണോ, പെരമേയണോ, അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഇപ്പോഴും. അതിനില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ പനയെ പോലെ ബലം കിട്ടുമുള്ള ഒരു മരം ഈ ഇതിൽ കിട്ടില്ല, സത്യതാണ്. പക്ഷെ അതിൽ പന കയറാനും അതിൽ കയറി കള്ള് ചെത്താനും കള്ള് ഇറക്കാനും അതുമാതിരി കള്ള് ഉപയോഗിച്ചുകൊണ്ട് ശർക്കര കല്ല് എന്ന് പറയും, അതിന് കുറുക്കി ശർക്കര ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ഉണ്ട്, എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. പനധാരം തിങ്ങി വളരുന്ന സ്ഥലങ്ങളിലൊക്കെ എപ്പോഴും ശർക്കര ഉണ്ടാക്കുന്ന കാലഘട്ടം ഉണ്ടെന്ന് കുറയ്ക്കലാണ് അതിലെ പ്രായോഗിക മാർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാര്യം പറഞ്ഞിരുന്നെങ്കിലും വനം വകുപ്പ് നാട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണിക്കണ്ടേ എന്നാണ് ബിനോയ് വിശ്വം മിനിസ്റ്റർ പറഞ്ഞ് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പൊ നാട്ടുകാരുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആനകൾ ഈ പറഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ഏകദേശം ഒരു പകുതിയോടെ വരെയുള്ള മാസങ്ങളിൽ ആനകൾ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് വാളയാർ വനമേഖലയിൽ വന്നുകൊണ്ടിരുന്നത് അങ്ങോട്ട് അവർക്ക് വരാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പൊ അവര് പിന്നീട് പുതുശ്ശേരി വേനോലി ഭാഗത്തേക്ക് വരാൻ തുടങ്ങി. അപ്പൊ പുതുശ്ശേരി വേനോലിയിൽ എത്തിയപ്പോഴത്തേക്കും അവര് അത് ക്രോസ് ചെയ്ത് വീണ്ടും വാളയാറിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ അവിടെ വഴി കാണുന്ന പനംകുരു ഒക്കെ തിന്നുന്ന ഒരു സ്റ്റേജായി. അപ്പോൾ പാടത്തുകൂടെ നടന്നിട്ട് അവർ പോകും. പന നടുന്നതിനെ കുറിച്ച് വലിയ ഒരു ധാരണ അവർക്ക് ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ. പക്ഷെ പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ആക്ടിവിറ്റിയിൽ പങ്കെടുക്കാൻ ഒരു വലിയ ഉത്സുകരായിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴ നനഞ്ഞിട്ടാണെങ്കിലും അവർ നിന്ന് പന നട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ദേ ആർ റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. കാരണം ആ പന എങ്ങനെയാണ് നടന്ന ഒരു കായയുടെ ഉള്ളിൽ 3 കുഞ്ഞൻ ആമകൾ പോലെയുള്ള വിത്തുകളുണ്ടെന്നും ആ വിത്തുകൾ ഇങ്ങനെ കമഴ്ത്തി വെച്ച് മണ്ണിട്ട് മൂടിയാൽ പനകൾ വളരുന്നൊക്കെ ഉള്ളത് അവരിവിടുന്ന് പഠിക്കുന്ന പാഠങ്ങളാണ്. അപ്പോൾ ആക്ച്വലി ദേ ആർ വെരി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഇനിയും അവർ വരണം. അവർ ചെറിയൊരു ഗ്രൂപ്പായിട്ട് ഈ കരിമ്പന ഫുഡ് ഫോറസ്ട്രി എന്ന ചെറിയ ടീമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ മുഴുവൻ NSS വോളണ്ടിയേഴ്സിനെയും ഉൾപ്പെടുത്തിയിട്ട് ഇവിടെ വന്ന് ഒന്നുകൂടെ വിസിറ്റ് ചെയ്യണമെന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും. മനുഷ്യന്മാരാകുമ്പോൾ വരമ്പ് കൂടെ നടന്നു പോകും. പക്ഷെ ആനകൾക്ക് അങ്ങനെ വരമ്പ് അങ്ങനെ ഒന്നുമില്ലല്ലോ. ഒരു പനയിൽ നിന്ന് അടുത്ത പനയിലേക്ക് നടന്നു പോകുന്നു. അപ്പൊ ആന എന്തിനാ വരുന്നതെന്ന് അറിയാത്ത രീതിയിൽ വനം വകുപ്പും അന്ന് അന്താളിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആനയുടെ ട്രാക്കിംഗ് മനസ്സിലാക്കി അതിന്റെ പുറകെ പോയി അതിന്റെ കാഷ്ടം പരിശോധിച്ച്, അപ്പൊ കാഷ്ടത്തിനകത്തൊക്കെ വലിയ അളവിൽ പനംകുരു ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പനമ്പഴം തിന്നാനാണ് വരുന്നത്, പ്രത്യേകിച്ച് ജൂൺ, ജൂലൈ മാസങ്ങളിൽ. ആളുകൾ ചോദിക്കുന്നത് മഴയായല്ലോ, മഴക്കാലമായിട്ടും പിന്നെ എന്തിനാണ് വെള്ളം കുടിക്കാനും തീറ്റയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാ നാട്ടിൽ വരുന്നതെന്നാണ് നാട്ടുകാരോട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലൊക്കെ സമർ സീസണിലൊക്കെ കൊണ്ട് വിൽക്കുന്നത് കാണാം നമ്മൾ. ശർക്കര ഏത് അസുഖക്കാരനും കഴിക്കാതെ, ഷുഗർ കംപ്ലൈന്റ് ഉള്ളവർക്കും കഴിക്കാം. അതേമാതിരി ആ ശർക്കര ഉപയോഗിച്ച് എന്ത് പലഹാരങ്ങളും മധുര പലഹാരങ്ങളും ഉണ്ടാക്കുന്ന കാലഘട്ടം അന്ന് കാലത്തുണ്ടായിരുന്നു. അപ്പൊ ഈ പനിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളൊക്കെ ഇതൊക്കെയാണ്: കള്ള്, ശർക്കര, പനമ, ഇതൊക്കെ. പനം കൽക്കണ്ട് പറയുന്ന സാധനങ്ങളുണ്ട്. പനം കൽക്കണ്ട് ഏറ്റവും ഒരു ഔഷധ ഒരു ഇതാണ്. അത് ഈ കല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കൽക്കണ്ട് എപ്പേർപ്പെട്ട ചുമയുള്ള ആൾക്കാർക്കും കഫക്കെട്ടുള്ള ആൾക്കും ആ പനം കൽക്കണ്ട് തിന്നാൽ ആ ചുമയും പോവും. ഇതൊക്കെ ചെയ്യും. അന്നത്തെ ആയുർവേദത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ള ഈ ഒരു കാര്യമാണ്. ക്രിസ്റ്റലാണ് കൽക്കണ്ട് പറയുന്നത്. പനം കൽക്കണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലാണ്. ക്രിസ്റ്റൽ അത് അതിനെ കള്ളിന് കുറുക്കി എടുത്ത് അതിനെ ക്രിസ്റ്റലാക്കി എടുത്തിട്ടുള്ളതാണ് വിൽപ്പന ചെയ്യുന്നത്. ഇപ്പോഴും പനം കൽക്കണ്ട് കിട്ടും കടകളിൽ, പ്രധാനപ്പെട്ട കടകളിൽ കിട്ടും.
അപ്പൊ ഇങ്ങനെയൊക്കെ അതിനെ കൊണ്ടുള്ള ഉപയോഗം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഓരോ ആ പട്ട കൊണ്ട് പെരമേയുന്ന കാലം, ആ കാലത്തൊക്കെ പട്ട മേഞ്ഞു. അതായത് അന്ന് കാലത്തും 100 പട്ടയ്ക്ക് 200 റുപ്യ വരെ വിലയുണ്ട് അന്നത്തെ കാലത്ത്. ആ കാലമൊക്കെ ഇപ്പൊ പോയി. ഇപ്പൊ അവിടെ പനം പട്ടയം ഉപയോഗിച്ചുള്ള പെരയോ ചാളയോ ഒന്നും ഇല്ല. കുറെ കാലങ്ങളിലൊക്കെ മുമ്പൊക്കെ ഞങ്ങളെ പട്ടം കൊണ്ട് ചാള മേഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതുമില്ല. ഇപ്പൊ പ്ലാസ്റ്റിക് ഷീറ്റ്, കൈക്കോലും കൂടുതൽ വേണ്ട, ഒന്നും വേണ്ട. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടമുണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ ഇപ്പൊ ഇവിടെ കൂടിയിട്ടുള്ളത്, ഗാന്ധി ആശ്രമത്തിൽ കൂടിയിട്ടുള്ളത്, ഇപ്പൊ ഇങ്ങനെ ഒരു OSKന്റെ പദ്ധതിയിൽ പ്രകാരം പനം തൈ നട്ടുപിടിപ്പിക്കല് എന്നുള്ളൊരു പദ്ധതിയൊക്കെ കണ്ടു. ആ പനം തൈ നട്ടുപിടിക്കാൻ നമ്മുടെ വിക്ടോറിയ കോളേജിലെ സ്റ്റുഡൻസിൽ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട് നമ്മുടെ ഈ പരിസരങ്ങളിലൊക്കെ നട്ടുവെക്കാനായിട്ട്. ഇവിടെ ആന വരുന്നതിന് കൃത്യമായൊരു കാരണമുണ്ട്. ഈ പറഞ്ഞ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ മാസം വരെയും ചില സ്ഥലം ഓഗസ്റ്റ് മാസം വരെയും പനമ്പഴം പഴുക്കുന്ന നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ ആനയൊക്കെ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലെ ആനകൾ ഇങ്ങോട്ട് വന്ന് അവരുടെ ഈ പറഞ്ഞ സീസണൽ ഫുഡിന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ, ഫോറേജിന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ പനംകുരു നമുക്ക് കാടിന് അകത്ത്, അതായത് മാക്സിമം അപ് ടു ബോർഡർ, വനത്തിന്റെ ബോർഡർ വരെയും കാടിനകത്തും ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു നട്ടുവെക്കുന്ന ഒരു പന അത് പനയായിട്ട് വരണമെങ്കിൽ തന്നെ ഇപ്പൊ അത് തെയ്യായി, പിന്നെ അത് വലുതായി മരമായിട്ട് വരണമെങ്കിൽ ഒരുപാട് കാലങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വരുന്നതാണ് കണക്കൂട്ടില്. പെട്ടെന്നൊന്നും ആവില്ല. പക്ഷെ അതിന് ആടുമാട് കടിക്കാത്ത രീതിയിലൊക്കെ സംരക്ഷണം ചെയ്യണം എന്നുള്ളതാണ്. ഇത് നട്ടുവെച്ചാൽ പോരല്ലോ. ഇളം തയ്യാറിക്കുന്ന സമയത്ത് തൂമ്പൊക്കെ മാട് തിന്നും, മാട് കടിക്കും, മാട് കടിച്ചാൽ വെച്ചിടും. ഇതൊക്കെ ഉണ്ട് പദ്ധതികൾ. അപ്പൊ എന്താ ഇത് നട്ട് പിടിപ്പിച്ചാൽ പോരാ, ഇതിന് സംരക്ഷണം കൂടി കാണണം. എന്നാലേ അതിന് നമ്മൾ ചെയ്തതിനൊരു പ്രസക്തി ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ എന്തായാലും നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഒരുപാട് പണികളൊക്കെ മുറിഞ്ഞുപോയി. കാരണം അവരവരുടെ വീട്ടാവശ്യത്തിനൊക്കെ മുറിച്ചു കൊണ്ടുപോയി കഴിഞ്ഞു. അത് കൊണ്ടുപോയി കൈക്കോലാക്കി വീട് കിട്ടണു. അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ അനുഭവങ്ങൾ നമ്മുടെ ഈ പരിസരങ്ങളിൽ യഥേഷ്ടമുണ്ട്. ഇവിടെ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ തന്നെ നമ്മുടെ ഈ മടിച്ചിപ്പാടം, ഉറപ്പാടം, നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ ഓലപ്പെരയാണ്. ആ ഓലപ്പര ഉപയോഗിച്ചിട്ട് പിന്നൊക്കെ കാലം ക്രമേണ ഒക്കെ പുരോഗമിച്ചു. പിന്നെ എന്താ പറയുക, ഭരണാധികാരികളുടെ ഇതുകൊണ്ടൊക്കെ ആയിട്ട് പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് വീടിനുള്ള ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ കിട്ടിയൊക്കെ പെരകളൊക്കെ മാറ്റി സ്വയം വരുമാനമുള്ളവരൊക്കെ ഇപ്പൊ സ്വയം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആക്കി. അപ്പോൾ വനം കൂടെ ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ അതുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പറഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇവർക്ക് വേണ്ട ഒരു ലെവൽ വരെയുള്ള ഫുഡ് കാട്ടിനകത്തേക്ക് അടുത്ത ഒരു 25 വർഷം കഴിഞ്ഞാൽ 10 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യം പറയണം. ഇപ്പൊ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതും വലിയൊരു സപ്പോർട്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. ആനകൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു പ്രവണത വലിയൊരളവ് വരെ തടുക്കാനായിട്ട് അത് സാധിക്കും. അപ്പോൾ വനത്തിനകത്തും തോടിനകത്തും അതുപോലെ പുഴയോരങ്ങളിലും കടലോരങ്ങളിലും നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു സസ്യം കൂടിയാണ് നമ്മുടെ കരിമ്പന. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾക്ക് ഈ ഒരു പദ്ധതി നല്ലൊരു പദ്ധതി തന്നെയാണ്. പക്ഷെ ഇത് തന്നെ നമ്മൾ വീണ്ടും ഉയർത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ള ഒരു സംവിധാനം കൂടിയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ പാടങ്ങളിലൊക്കെ പോയി നോക്കിയാൽ ഇപ്പോഴും പനം കൊരണ്ടി വീണും മുളച്ചു കിടക്കുന്ന തൈകളുണ്ട്. യഥേഷ്ടം തൈകൾ ഇപ്പോഴും ആ ഭാഗങ്ങളിലുണ്ട്. പക്ഷെ എന്താ പറയുക, അവിടെ പാടങ്ങളിലൊക്കെ വീണ് കിടന്ന് മുളയ്ക്കാൻ ആർക്കും വേണ്ട. മുൻകാലങ്ങളിൽ ഈ പനം ദിണ്ടിൽ നിന്നും കൂമ്പ് എന്ന് പറയുന്ന സാധനം ഈ തയ്യായി വരുന്ന സമയം ഈ കൊരണ്ടിയിൽ നിന്നും മുളച്ച് വന്ന് ആ ഒരു തൈമായി വരുന്നതിനെയാണ് കൂമ്പായിട്ട് എടുക്കുന്നത്. അത് വേവിച്ച് ധാരാളം കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അത് വിൽക്കാൻ വരുന്നുണ്ട്. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടങ്ങളിൽ മുൻകാലങ്ങളൊക്കെ അങ്ങനെയുണ്ട്. ഈ പനമ്പഴത്തിന്റെ ഈ പനയിൽ നിന്ന് വീഴുന്ന ഈ പനം പഴത്തിന്റെ അതിന് 3 ഭാഗമായിട്ട് 3 കൊരണ്ടിയായിട്ട് കാണും. ഒരു പഴത്തിൽ 3 എണ്ണം ഉണ്ടാവും, ചിലതിൽ 2 എണ്ണം ഉണ്ടാവും. ഈ 2 എണ്ണത്തിന്റെ ഈ ഒരു ജാതി മഞ്ഞ നിറത്തിലുള്ള ഒരു പഴമാണ് അതിലുണ്ടാവുക. ഇതിനെ പോലെ വെച്ച് തന്നെ ആൾക്കാർ ചുരണ്ടി എടുത്തിട്ട് അന്ന് കാലത്ത് കഴിക്കും. നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇതാണെന്നാണ് പറയുന്നുള്ളത്. അത് കഴിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ അതിനെ എവിടെയെങ്കിലും ഇടും. അതൊന്നും ഒന്നും മുളച്ച് തൈയായിട്ട് വരും. ഇങ്ങനെയൊക്കെയാണ് പനം തൈയായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ നട്ടുവെക്കുന്ന തൈ ഇത് എങ്ങനെയും ഒരു 10-65 മുളച്ച് കിട്ടിക്കഴിഞ്ഞാൽ, രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരു 10-60-65 വർഷമാകാണ്ടൊന്നും ഇതൊരു പനിയായിട്ട് കാണാൻ സാധിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ എല്ലാവരുടെയും സഹകരണം കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതിനെ നല്ലൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും.
മാത്രമല്ല കൂടുതൽ യൂണിറ്റുകൾ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ പനപർവ്വത്തിലേക്ക് ഞങ്ങളുടെ യൂണിറ്റ് മാത്രമല്ല പനകൾ സംഭാവന ചെയ്തത്. യുവക്ഷേത്ര കോളേജിലെ യൂണിറ്റിനെ ഞങ്ങൾ കൂടെ നിർത്തിയിരുന്നു പത്രിപ്പാലയിലെ. അപ്പോൾ ഞങ്ങൾ തവിശി പാലക്കാട് എന്ന ഒരു വലിയൊരു സംഘടന, അത് വാട്ടർ കൺസർവേഷന് വേണ്ടി, റിവർ കൺസർവേഷന് വേണ്ടിയിട്ടുള്ള വേറൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് NSS വിക്ടോറിയയുടെ. അപ്പോൾ അത് ഞങ്ങൾ ഈ വർഷം വിപുലീകരിച്ചിട്ട് NSSന്റെ സ്റ്റേറ്റ് ഓഫീസർ അൻസർ സാറൊക്കെ വന്നിട്ടാണത് ഉദ്ഘാടനം ചെയ്ത്. ഞങ്ങളുടെ പിന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ കോർഡിനേറ്റർ ഷിഹാബ് സാറ്, അതുപോലെ പാലക്കാടിൻ്റെ കോർഡിനേറ്റർ റഫീഖ് സാർ, ഇവരൊക്കെ ചേർന്നിട്ടാണ് ഞങ്ങൾ തവിശി പാലക്കാട് നിന്ന് ബൃഹത്തായ ഒരു എന്താ പറയുക ഒരു സംരംഭത്തെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയെ വിപുലീകരിക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഇനിയും കോളേജുകളെ കൊണ്ടുവന്ന് ഇനി NSS യൂണിറ്റ്സിനെ കൊണ്ടുവന്ന് ഈ കരിമ്പനയുടെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ടല്ലോ നട്ടുവെക്കുന്നതിന് ഇത് മുളച്ച് നമ്മുടെ ക്രമേണ ഇപ്പോൾ ഒരു 2 ആഴ്ച 3 ആഴ്ച നമ്മൾക്ക് മെല്ലെ മുള പൊട്ടിയങ്ങ് ഒരു തൈൻ്റെ ഒരു 2 തൂമ്പോളോ 1 തൂമ്പ് 2 തൂമ്പോളോ കൂടി വരും എന്ന് നമ്മൾ വിചാരിക്കണം. പക്ഷെ ഇത് ഒരു തൈയായിട്ട് കാണണമെങ്കിൽ അത് കുറച്ച് വർഷമാകുമെന്ന് ഞാൻ അതാണ് പറയുന്നത്. നേരത്തെ ആവുന്നത് തന്നെ ഈ പറഞ്ഞ കൂട്ടായ്മയ്ക്ക് വിപുലമായ മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ആളുകൾ ഈ കൂട്ടായ്മയിലേക്ക് വന്ന് ചേരണം എന്നുള്ളൊരു എളിയൊരു റിക്വസ്റ്റ് വെക്കുകയാണ്. അതിന് വിദ്യാഭ്യാസം എത്രത്തോളം ഉണ്ടെങ്കിലും അതും നമുക്ക് ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കാം. ഇനി വിദ്യാഭ്യാസം സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ പോലും അവരുടെ പാരമ്പര്യമായ അറിവുകൾ നമുക്ക് ഈ ഗ്രൂപ്പിൽ ഉപയോഗിക്കാം. അങ്ങനെ എല്ലാത്തരം ആളുകളുടെയും ഒരു കൂട്ടായ്മ കുറച്ചുകൂടെ കൂടുതൽ ശക്തിയാർജിച്ച് വരട്ടെ. ഭാവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വീണ്ടും ഒരുമിച്ച് കുറച്ചുകൂടെ ശക്തമായിട്ട് പ്രവർത്തിക്കാം.